പ്രിയപ്പെട്ടവരെ, സെക്കുലർ സാറ്റർഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ശനിയാഴ്ച നമ്മൾ ചർച്ച ചെയ്യുന്നത് RSSൻ്റെ ഗണഗീതങ്ങളെക്കുറിച്ചാണ്. RSSൻ്റെ ഗണഗീതങ്ങൾ കേരളത്തിൽ വളരെ വിവാദപരമായി ചർച്ച ചെയ്യുകയാണ്. റെയിൽവേയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിലാണ് സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൊണ്ട് വളരെ ആസൂത്രിതമായി ഗണഗീതം ആലപിപ്പിച്ചത്. അത് ഇന്ത്യൻ റെയിൽവേ, ദക്ഷിണ റെയിൽവേ അവരുടെ ഔദ്യോഗിക പേജുകളിൽ ഷെയർ ചെയ്യുകയും ചെയ്തു. ഇതോടുകൂടിയാണ് RSSൻ്റെ മതാത്മക രാഷ്ട്രീയത്തിൽ നിന്നുള്ള പ്രത്യയശാസ്ത്രത്തിലുള്ള ഒരു ഗീതം ദേശഭക്തി ഗാനമായി അവതരിപ്പിച്ചതിനായിട്ടുള്ള വലിയ ആശങ്കയും പ്രതിഷേധവും ഉയർന്നു വന്നത്. ഗണഗീതത്തെക്കുറിച്ച് RSSൻ്റെ ഔദ്യോഗിക ജിഗകൾ തന്നെ ഹൈന്ദവ നവോത്ഥാനത്തിൻ്റെ ഗാനരൂപേണയുള്ള ആവിഷ്കാരമായിട്ടാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള ഭാരതമാതാവിനെക്കുറിച്ചുള്ള പൂജനീയ ഗാനങ്ങളായിട്ടാണ് ഗണഗീതങ്ങളെ RSSകാർ കൊണ്ടാടുന്നത്. ഭാരതമാതാവിനോട് അതിൻ്റെ സംസ്കാരത്തോടും അനിർവചനീയമായ പ്രേമം തുളുമ്പി നിൽക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് നിസർഗമായി ഉദ്ഗമിച്ച ഗാനസരിത്തുകളാണത്രേ ഈ ഗണഗീതങ്ങൾ. ഇതാണ് RSSകാർ ഗണഗീതങ്ങളെ സ്വയം പരിചയപ്പെടുത്തുന്നത്. ഹിന്ദുരാഷ്ട്രമെന്ന ഭാവി നിർമ്മിച്ചെടുക്കാനുള്ള പ്രചോദന സംഗീതമായിട്ടാണ് RSSകാർ ഗണഗീതങ്ങളെ പരിഗണിക്കുന്നത്. അത് ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്കുള്ള കർത്തവ്യബോധത്തെ ഉണർത്തുന്ന കാഹളഗാനങ്ങളായിട്ടാണ് ശാഖകളിൽ, സംഘപരിപാടികളിൽ ഒക്കെ അവർ നിരന്തരമായി പാടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമാണ് RSSൻ്റെ പ്രാർത്ഥനാ ഗീതമായിട്ടുള്ള നമസ്തേ സദാവത്സരേ എന്ന് തുടങ്ങുന്ന ഗണഗീതം. അതിലെ വരികൾ തന്നെ ഹിന്ദുഭൂവെ സ്തുതിക്കുന്നതും മഹാമംഗലയായ പുണ്യഭൂമിക്കായി സ്വശരീരം അർപ്പിക്കുന്നതുമായ വളരെ മതാത്മകമായ ദേശഭക്തിയുടെ ആവിഷ്കരണമാണ്. അതിലൂടെ നമ്മളൊന്ന് കടന്നുപോയാൽ സർവശക്തനായ പരമേശ്വരനോട് ഹിന്ദുരാഷ്ട്രത്തിൻ്റെ അവയവങ്ങളായ പ്രജകളായ ഞങ്ങൾ ആദരപൂർവം പ്രണമിക്കുന്നതായും ഹിന്ദുരാഷ്ട്രം പൂർത്തീകരിക്കുന്നതിനായി ഞങ്ങളെ അരയും തലയും മുറുക്കി പ്രവർത്തിക്കാനായി ആശീർവദിക്കണമെന്ന് അപേക്ഷിക്കുന്നതുമാണ്. ഈ മട്ടിലുള്ള RSSൻ്റെ ഗണഗീതങ്ങൾ നാസ്തികളുടെ സംഗീതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊപ്പഗൻഡയാണ്, പ്രചാരണ കലയാണ് ഓർമ്മിപ്പിക്കുന്നത്. സിനിമയെന്ന പോലെ സംഗീതത്തെയും അതിസമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടാണ് നാസ്തികൾ അധികാരം പിടിക്കുന്നത്. നാസ്തികളുടെ പ്രത്യയശാസ്ത്രം ജീവിതമൊരു യുദ്ധമാണ്, സമരമാണ്. അതിൽ ബലം കുറഞ്ഞവർ നശിക്കുകയും ബലമുള്ളത് അതിജീവിക്കുകയും ചെയ്യുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ ദുർബലർക്കുള്ളതല്ല ഈ ലോകം, നീഷയുടെ സിദ്ധാന്തം. യുദ്ധമാണ് വളർച്ചയുടെ ലക്ഷണം, സമാധാനം അധപ്പതനത്തിലുള്ളതാണെന്നാണ് നാസ്തികൾ അവരുടെ പ്രത്യയശാസ്ത്രത്തിലൂടെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് യുദ്ധം ചെയ്യണം, അതാഗ്രഹിക്കാത്തവർ ജീവിക്കാൻ അർഹതയില്ലാത്തവരാണെന്നാണ് നാസി ദാർശനികർ കൽപ്പിച്ചിട്ടുള്ളത്. ബലമുള്ളവർ തങ്ങളുടെ മഹത്വത്തിനുടവ് തട്ടാൻ അനുവദിക്കരുത് എന്ന അനിവാര്യതയുടെ നിയമമാണ് പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നതെന്നാണ് നാസികൾ വിശ്വസിക്കുന്നത്, നാസികൾ കണ്ടത്. അവർ അവരുടെ പ്രത്യയശാസ്ത്രവൽക്കരണത്തിനായി സംഗീതത്തെ ഉപയോഗിച്ച് ആര്യമഹിമയും ശ്രേഷ്ഠതയും സ്ഥാപിച്ചെടുക്കുകയായിരുന്നു. മാനവരാശി നേടിയ എല്ലാ നേട്ടങ്ങളും ആര്യന്മാർ ഉണ്ടാക്കിയതാണെന്നും അതിനവർക്ക് സാധിച്ചത് മറ്റ് വിഭാഗങ്ങളെ അടിമകളാക്കിയും നശിപ്പിച്ചുമാണെന്നുള്ള അതാണ് നാസി പ്രത്യയശാസ്ത്രം. ഇവിടെ ഹിന്ദുത്വവാദികളും അതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ എല്ലാ അറിവുകളും പാരമ്പര്യത്തിലുണ്ടായിരുന്നു എന്നാണ് ഹിന്ദുത്വവാദികൾ അവകാശപ്പെടുന്നത്. ആധുനിക ലോകത്തിലെ ശുദ്ധ ആര്യന്മാർ ജർമ്മൻകാരാണെന്ന പ്രചരണമാണ് നാസികൾ ഹിറ്റ്ലർ നടത്തിയത്. അതിനായി ജർമ്മൻ ജനതയുടെ രക്തശുദ്ധി സംരക്ഷിക്കണമെന്നും അതിനുവേണ്ടി ജൂതരെ അകറ്റി നിർത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യണമെന്നുള്ളതായിരുന്നു നാസികളുടെ ഐഡിയോളജി. ഈ ആശയങ്ങളാണ് സംഗീതത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊപ്പഗൻഡ പ്രവർത്തനങ്ങളിലൂടെ നാസികൾ സ്ഥാപിച്ചെടുത്തത്, ജനമനസ്സുകളിലേക്ക് കടത്തിവിട്ടത്. ഈ ഒരു
ഫാസത്തിൻ്റെ സംഗീതത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള മനോഘടന സൃഷ്ടിക്കാനുള്ള ഒരു പശ്ചാത്തലത്തിൽ വേണം RSSൻ്റെ ഗണഗീതങ്ങൾ അത്ര നിഷ്കളങ്കമോ കേവലമായ ദേശഭക്തി ഗാനങ്ങളോ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എറിക് ലെവിൻ്റെ മ്യൂസിക് ഇൻ ദ തേർഡ് റീഹ്, മൂന്നാം സാമ്രാജ്യം നാസികളുടെ എന്ന കൃതി ഫാസിസ്റ്റുകൾ എങ്ങനെയാണ് സംഗീതത്തെ കൂടി ഉപയോഗിച്ച് അധികാരം പിടിച്ചത് എന്നാണ് വിശദീകരിക്കുന്നത്. ഫാസിസ്റ്റുകൾ സംഗീതത്തെ ഉപയോഗിക്കുന്നത് സർഗാത്മകതയെ പോഷിപ്പിക്കാനോ ആളുകളുടെ സംവേദനത്തെ സൗന്ദര്യാത്മകമാക്കാനോ അല്ല, മറിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണെന്നതാണ് ഈ കൃതി, എറിക് ലെവിൻ്റെ ഈ കൃതി വിശദീകരിക്കുന്നത്. അധികാരത്തെത്താൻ ചരിത്രത്തിലെ എല്ലാ ഫാസിസ്റ്റ് പ്രസ്ഥാനങ്ങളും സംഗീതത്തെ കൂടി ഉപയോഗിച്ചിട്ടുണ്ടെന്നതാണ് എറിക് ലെവി ഈ കൃതിയിലൂടെ പറയുന്നത്. ഇറ്റലിയിൽ ഫാസിസ്റ്റുകൾ ജിയോവിനേസെ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഗാനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു യുവമനസ്സുകളിൽ സങ്കുചിത ദേശബോധം കടത്തിവിട്ടത്. അതുവഴി ഫാസത്തിൻ്റെ ആശയങ്ങൾ യുവമനസ്സുകളിൽ മുളപ്പിച്ചെടുക്കുകയായിരുന്നു ഫാസിസ്റ്റുകൾ ചെയ്തത്. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇന്ത്യയിൽ RSSൻ്റെ ഗണഗീതങ്ങൾ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ കുട്ടികളിലും യുവാക്കളിലും കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇളം മനസ്സുകളെ അവർ ഇങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. മലയാളത്തിൽ ലഭ്യമായ എല്ലാ ഗണഗീതങ്ങളും ഹിന്ദു ദേശീയതയും ഹിന്ദു രാഷ്ട്രസങ്കല്പത്തെയും പുതുതലമുറയുടെ മനസ്സുകളിൽ കടത്തിവിടുക എന്ന ലക്ഷ്യത്തോടെ രചിക്കപ്പെട്ടിട്ടുള്ളതാണ്, തയ്യാറാക്കപ്പെട്ടിട്ടുള്ളതാണ്. വളരെ പ്രതിലോമകരമായ ആശയങ്ങളെ സ്വീകരിക്കുന്നതിലേക്ക് മനുഷ്യ മനസ്സിനെ സംഗീതത്തിൻ്റെ സൗന്ദര്യാത്മകത ഉപയോഗിച്ച് പരിവർത്തിപ്പെടുത്തിയെടുക്കാനാണ് ജർമ്മൻ ഫാസിസ്റ്റുകളെപ്പോലെ ഇന്ത്യയിൽ ഹിന്ദുത്വവാദികളും ശ്രമിക്കുന്നത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ആര്യശ്രേഷ്ഠ സിദ്ധാന്തത്തിനാവശ്യമായ മനോഘടന സൃഷ്ടിക്കാനാണ് സംഗീതത്തെ ഉപയോഗിച്ചത്. ഇന്ത്യയിൽ വർണ്ണാശ്രമധർമ്മങ്ങളെ സാധൂകരിക്കുകയും മതാത്മക ദേശീയതയെ പൊലിപ്പിക്കുകയുമാണ് ഗണഗീതങ്ങളിലൂടെ RSS കാലാകാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഭക്തിപാരവശ്യമുണർത്തുന്നതും വൈകാരികത സൃഷ്ടിക്കുന്നതുമായ പദങ്ങളെയും ഭാഷാരൂപകങ്ങളെയും ഉപയോഗിച്ചാണ് ഹിന്ദുത്വ ദേശീയതയുടേതായ പ്രത്യയശാസ്ത്രവൽക്കരണം ഗണഗീതങ്ങളിലൂടെ RSS നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രത്തെയും ദൈവത്തെയും മാതാവിനെയും പോലുള്ള അതിവൈകാരിക പദങ്ങൾ നിറച്ച വരികളിലൂടെയാണ് ഗണഗീതം രചിക്കപ്പെടുന്നത്, തയ്യാറാക്കപ്പെടുന്നത്. അതെല്ലാം സനാതനധർമ്മത്തിലധിഷ്ഠിതമായ ആര്യവംശ മഹിമയിലും വിരാട് പുരുഷ സങ്കല്പത്തിലും അധിഷ്ഠിതമായ രാഷ്ട്രനിർമ്മിതിയെ സംബന്ധിച്ച ആശയങ്ങളാണ് നമ്മുടെ മനസ്സുകളിൽ മുളപ്പിച്ചെടുക്കുന്നത്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന പിന്നോക്കക്കാരെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും തള്ളിക്കളയുന്ന രാഷ്ട്രസങ്കല്പമാണ് ഗണഗീതങ്ങളിലൂടെ RSS വളരെ സൂത്രത്തിൽ കൗശലപൂർവ്വം ജനമനസ്സുകളിൽ കുത്തിയിറക്കുന്നത്. ഗണഗീതങ്ങളെ ന്യായീകരിക്കുന്ന കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കളും നമ്മുടെ ഭരണഘടനയുടെ മതനിരപേക്ഷ സംസ്കാരത്തെ തന്നെയാണ് നിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യ വിരുദ്ധമായ ഫാസിസ്റ്റ് ആശയത്തെ ദേശസ്നേഹത്തിൻ്റെ വൈകാരിക സ്പർശമുള്ള പദങ്ങൾ അണിയിച്ച് അവതരിപ്പിക്കുന്ന RSS അജണ്ടയാണ് ഈ ഹിന്ദുത്വവാദികൾ അടിച്ചേൽപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ എറണാകുളം KSR ബാംഗ്ലൂർ വന്ദേ ഭാരതിൻ്റെ ഫ്ലാഗ് ഓഫ് വേളയിലാണ് എളമക്കര സരസ്വതി വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനമെന്ന വ്യാജേനെ RSSൻ്റെ ഗണഗീതം ആലപിച്ചത്. അത് വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ടു. മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ പ്രതിഷേധത്തിനിടയാക്കി. ഹൈന്ദവ ദൈവാരാധനയുടെയും അനുഷ്ഠാന പ്രക്രിയകളുടെയും ഭക്തിമസൃണമായ ഭാഷയിലും രൂപകങ്ങളിലും രചിക്കപ്പെട്ടതാണ് ഈ ഗണഗീതം. അല്ലാതെ RSSകാർ പറയുന്നത് ഒരു ദേശഭക്തി ഗാനമല്ല. ഇതിലെ വരികൾ നോക്കിയാൽ അറിയാം. പരമപവിത്രമതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കുവാൻ എന്ന വരികളിൽ തുടങ്ങുന്ന ഗണഗീതം RSS പ്രത്യയശാസ്ത്രത്തിൽ നിന്നുള്ള ദേശത്തെയും ദേശീയതയും രാഷ്ട്രത്തെയൊക്കെ സംബന്ധിച്ച വളരെ മതാത്മകമായ വീക്ഷണമാണ് മുന്നോട്ട് വെക്കുന്നത്. ആ രീതിയിലാണ് ഈ പാട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇത് സംഘപരിവാറിൻ്റെ ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ള സംഗീതത്തെ വരെ ഉപയോഗിച്ചുള്ള വർഗീയവൽക്കരണമാണ് എന്ന വിമർശനമാണ് പ്രധാനമായും ഇന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഔദ്യോഗിക പരിപാടി ദേശഭക്തി ഗാനമെന്ന വ്യാജേനെ RSSൻ്റെ ഗണഗീതം ഒളിച്ചു കടത്തുകയാണ് ദക്ഷിണ റെയിൽവേ അധികൃതർ ചെയ്തത്. RSSൻ്റെ ആശയങ്ങളെയും വീക്ഷണങ്ങളെയും അതിൻ്റെ രീതികളെയും
ഔപചാരികവും സർക്കാർ ചടങ്ങുകളിൽ അനിവാര്യവുമാക്കാനുള്ള കൗശലപൂർവമായ നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു നേരത്തെ രാജ്ഭവനിൽ ഗവർണർ ഔദ്യോഗിക ചടങ്ങുകളിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചത്. ഗണഗീതങ്ങളെ ദേശീയഗാനങ്ങളാക്കുന്ന RSSകാർ ഇന്ത്യയുടെ ഔദ്യോഗിക ദേശീയഗാനമായ ജനഗണമനയെ നിരന്തരം തള്ളിപ്പറഞ്ഞവരാണ്. ടാഗോറിൻ്റെ ദേശീയഗാനത്തെ തള്ളിപ്പറഞ്ഞവരാണ്. ഈ കാര്യം നമ്മളിന്ന് ഓർക്കണം. ദേശഭക്തി ഗാനമാണ് RSSകാർ പാടുന്ന ഗണഗീതം എന്ന് പറയുമ്പോൾ ജനഗണമനയെ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയഗാനത്തെ, ഔദ്യോഗിക ദേശീയഗാനത്തെ തള്ളിപ്പറയുന്നവരാണ് RSSകാർ. സംഘപരിവാർ പ്രചരിപ്പിക്കും പോലെയോ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയോ അല്ല ജനഗണമനയുടെ ചരിത്രം. നമ്മുടെ ദേശീയഗാനം ജോർജ് അഞ്ചാമിനെ സ്തുതിച്ചുകൊണ്ട് എഴുതിയതാ ആണെന്ന വാദമാണ് RSSകാർ മുന്നോട്ട് വെക്കുന്നത്. വിശ്വേശ്വർ കഗേരിയെപ്പോലുള്ള BJP MPമാർ അത് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ടാഗോറിനെ പോലുള്ള ആളുകൾ അത്തരൊരു വരി രചിക്കുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല. ബ്രിട്ടീഷുകാർ നൽകിയ പ്രഭു പദവി നിരസിച്ച ചരിത്രമാണ്, പാരമ്പര്യമാണ് ടാഗോറിൻ്റെത്. അദ്ദേഹം കടുത്ത സാമ്രാജ്യത്വ വിരുദ്ധനായ ജനാധിപത്യ ദേശീയവാദിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആൾ ഈ ഒരു രാജാവിനെ, ജോർജ് അഞ്ചാമിനെ സൂചിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഗാനം എഴുതുമെന്ന് ആർക്കും ചിന്തിക്കാനേ പറ്റില്ല. 1911 കൽക്കത്ത AICC സമ്മേളനത്തിലാണ് ഭാഗ്യവിധാത എന്ന് പേരിട്ട ഈ ഗാനം, പിന്നീട് ജനഗണമനയായ ഈ ഗാനം ആദ്യമായി ആലപിക്കപ്പെടുന്നത് AICC സമ്മേളനത്തിലാണ്. അത് ഇന്ത്യയുടെ പാരമ്പര്യത്തെയും ബഹുസംസ്കൃതിയുടേതായ ദേശീയതയും ആവിഷ്കരിക്കുന്ന ഗാനമായിരുന്നു. 1950 ജനുവരി 24 നമ്മുടെ പാർലമെൻറ്റിൽ ആലപിക്കപ്പെട്ടതും ദേശീയ ഗാനമായി അംഗീകരിക്കപ്പെട്ടതുമാണ് ടാഗോറിൻ്റെ ജനഗണമന. അപ്പോൾ ടാഗോറിൻ്റെ ജനഗണമനയെ തള്ളിക്കളയുന്ന ആളുകൾ ഇതാ ഇവിടെ RSSൻ്റെ ശാഖകളിൽ പാടുന്ന ഗണഗീതങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ കുട്ടികളെ കൊണ്ട് ദേശഭക്തി ഗാനങ്ങളാണെന്ന് പാടിപ്പിക്കുന്നത് ഒരു ഫാസിസ്റ്റ് തന്ത്രമാണ്. ഫാസത്തിൻ്റെ മതാത്മകമായ രാഷ്ട്രസങ്കല്പങ്ങളെ ജനമനസ്സുകളിൽ സ്വീകരിപ്പിക്കാനുള്ള, അത്തരത്തിലുള്ളൊരു മനോഘടനയിലേക്ക് തലമുറകളെ മാറ്റിയെടുക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ വേണം ഇന്ത്യൻ റെയിൽവേയുടെ ഒരു ഔദ്യോഗിക പരിപാടിയിൽ ജനഗണമനക്ക് പകരം ഈ RSSൻ്റെ ഗണഗീതം പാടിയതിനെ കാണാൻ.